ഇപ്പോൾ വി ഡി സതീശന്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ എന്ന് അവകാശപ്പെടുന്നയാൾ MDMA അറസ്റ്റിലായ സംഭവത്തിൽ മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക്, പറവൂരിലെ വീട്ടിലേക്ക് ഡിവൈഎഫ്ഐ മാർച്ച് നടത്തുകയാണ്. മുഖ്യമന്ത്രി ലഹരി മാഫിയ സംഘങ്ങളുടെ തലവനോ എന്നെഴുതിയ ബാനർ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ്, മുഖ്യമന്ത്രിയുടെ ചിത്രമടങ്ങിയ ബാനർ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം പറവൂരിലെ വീട്ടിലേക്ക് ഉണ്ടാകുന്നത്. അർജുൻ മട്ടന്നൂർ വിവരങ്ങളുമായി ചേരുകയാണ്. അർജുൻ, നേരത്തെ അറിയിച്ച പ്രതിഷേധമാണ്, പോലീസ് വിന്യാസമുണ്ടോ? മാധു, കനത്ത സുരക്ഷയാണ് മുഖ്യമന്ത്രിയുടെ പറവൂരിലെ വീട്ടിന് മുന്നിൽ ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധ മാർച്ച് തുടങ്ങിയിരിക്കുകയാണ്. പറവൂർ നഗരത്തിലെ KMK ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണ് ഇപ്പോൾ മാർച്ച് നടക്കാൻ പോകുന്നത്. അവിടെ ബാരിക്കേഡ് അടക്കം വെച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ വീടിന് ഏതാണ്ട് ഒരു 50 മീറ്റർ അകലെ ബാരിക്കേഡ് അടക്കം വെച്ച് ഇപ്പോൾ പോലീസ് ഈ മാർച്ച് തടയാനാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രി ലഹരി മാഫിയ സംഘങ്ങളുടെ തലവനോ എന്നതാണ് പ്രധാനമായും ഇവർ ഉന്നയിക്കുന്ന ചോദ്യം. മാത്രവുമല്ല, ഒരു സമഗ്ര അന്വേഷണം വേണം എന്ന ആവശ്യവും ഉന്നയിക്കുന്നുണ്ട്. കേരളം ഭരിക്കുന്നത് MDMA മാഫിയ സംഘം എന്ന ആരോപണമടക്കം ഇവർ ഉന്നയിക്കുന്നുണ്ട്. അത്തരത്തിൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ഈ ആരോപണം വന്നതിന് പിന്നാലെ നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞത് നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട പെരുമ്പാവൂരിലെത്തിയപ്പോൾ ഈ പ്രതികൾക്ക് മർദ്ദനമേറ്റിരുന്നു. അതിന് പിന്നാലെയാണ് ഈ പ്രതിയായ ഹുസൈനെ ആദ്യമായി ബന്ധപ്പെട്ടത് എന്നതായിരുന്നു. പക്ഷേ സമൂഹ മാധ്യമങ്ങളിലെ ദൃശ്യങ്ങളടക്കം അതല്ല സത്യം, മുഖ്യമന്ത്രി പറയുന്നത് കള്ളമാണ് എന്ന് തെളിയുകയും ചെയ്തു. മാത്രമല്ല, അതിനു മുൻപ് തന്നെ പല തവണ മുഖ്യമന്ത്രിയും ഹുസൈനും ഒന്നിച്ചുള്ള, അതായത് പ്രതിപക്ഷ നേതാവായിരിക്കെ VD സതീശനും ഹുസൈനും ഒന്നിച്ചുള്ള ചിത്രങ്ങളടക്കം സമൂഹ മാധ്യമങ്ങളിൽ വരികയും ചെയ്തിരുന്നു. ഹുസൈൻ സ്വയം അവകാശപ്പെടുന്നത് താൻ പ്രതിപക്ഷ നേതാവിൻ്റെ കഴിഞ്ഞ 5 വർഷക്കാലം സമൂഹ മാധ്യമങ്ങളുടെ കോർഡിനേറ്ററായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് തന്നെയായിരുന്നു. മാത്രവുമല്ല, പലയിടങ്ങളിൽ വെച്ച് കന്റോൺമെന്റ് ഹൗസിലും അതോടൊപ്പം തന്നെ പറവൂരിലെ ഓഫീസിലും ദേശത്തെ വീട്ടിലും അടക്കം മുഖ്യമന്ത്രി, അതായത് പ്രതിപക്ഷ നേതാവായിരിക്കെ VD സതീശനും ഹുസൈനും തമ്മിൽ ഒന്നിച്ചു കാണുകയും അത്തരത്തിൽ നിരവധി തവണ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. തനിക്ക് സോഷ്യൽ മീഡിയ ടീമേ ഇല്ല എന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രധാനപ്പെട്ട വിശദീകരണം. പക്ഷേ അതൊക്കെ തന്നെ ഒരു കള്ളപ്രചാരണമാണ് എന്ന തരത്തിലാണ് പ്രധാനമായും പ്രതിപക്ഷ സംഘടനകൾ ആരോപണം ഉന്നയിക്കുന്നത്. മാത്രവുമല്ല, കോഴിക്കോട് വെച്ച് നടന്ന ഇഫ്താർ വിരുന്നിലടക്കം ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കൊപ്പം ഹുസൈനും പങ്കെടുത്തിരുന്നു, പ്രതിപക്ഷ നേതാവിനൊപ്പം എന്ന ദൃശ്യങ്ങളടക്കം പുറത്തുവരികയും ചെയ്തു. ഇത്തരത്തിൽ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും മുഖ്യമന്ത്രിയും അടക്കം പ്രതിരോധത്തിലായ സാഹചര്യത്തിലാണ് ഈ പ്രതിഷേധം വ്യാപിപ്പിക്കാൻ വേണ്ടി ഡിവൈഎഫ്ഐയും മറ്റ് പ്രതിപക്ഷ സംഘടനകളും തീരുമാനിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാനത്തുടനീളം വലിയ തോതിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാൻ വേണ്ടി ഡിവൈഎഫ്ഐ തീരുമാനിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പറവൂരിലെ ഓഫീസിലേക്ക്, മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ മാർച്ച് സംഘടിപ്പിക്കുന്നത്. ഇതിൽ പ്രധാനമായും ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് V വസീഫാണ് ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. കനത്ത സുരക്ഷയാണ്, മുഖ്യമന്ത്രി എന്ന നിലക്ക് കനത്ത സുരക്ഷയാണ് പറവൂരിലെ ഓഫീസിന് മുന്നിൽ ഒരുക്കിയിട്ടുള്ളത്. നിരവധി സ്റ്റേഷനുകളിൽ നിന്ന് പോലീസുകാരെ അടക്കം എത്തിച്ചുകൊണ്ട് കനത്ത സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. മറ്റ് ഏതെങ്കിലും അടിയന്തര ആവശ്യം വന്നാൽ സ്വാഭാവികമായും അത്തരത്തിൽ നേരിടാനുള്ള സൗകര്യങ്ങളടക്കം പോലീസ് കരുതിയിട്ടുമുണ്ട്. എന്തായാലും പ്രതിഷേധം വ്യാപിപ്പിക്കാൻ തന്നെയാണ് ഡിവൈഎഫ്ഐയുടെ തീരുമാനം. പ്രത്യേകിച്ച് ഇത്തരത്തിൽ വിൽപ്പനയ്ക്ക് വേണ്ടി കൊണ്ടുപോയ MDMAയുമായി പിടിയിലായ പ്രതിയാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുമായി അടുത്ത ബന്ധമുണ്ട് എന്ന ആരോപണം ഉയരുന്നത്. മാത്രവുമല്ല, ഇവർ പ്രധാനമായും ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ 5 വർഷക്കാലം പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശന്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ എന്ന് സ്വയം അവകാശപ്പെട്ടിരുന്ന ഇയാൾ പല സ്ഥലത്തേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. അത് പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശനൊപ്പം യാത്ര ചെയ്തിട്ടുണ്ട്. പുതിയുഗ യാത്രയുടെ ഭാഗമായി പല ജില്ലകളിലേക്ക് യാത്ര നടത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും അവിടെയൊക്കെ തന്നെ ഇത്തരത്തിൽ വലിയ തോതിലുള്ള ലഹരി വിൽപ്പന നടന്നിട്ടുണ്ടോ എന്നൊരു പ്രധാനപ്പെട്ട ആരോപണം കൂടി ഉണ്ട്. എന്തായാലും ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് V വസീഫാണ് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. എന്താണ് ഈ സമരത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യം? ഈ ആവശ്യം ഇന്ന് കേരളമാകെ മനസ്സിലാക്കുന്നു. ഈ MDMA ടീമുമായി, ഈ മാഫിയ സംഘവുമായി കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് നേരിട്ട് ബന്ധം എന്ന് ബോധ്യപ്പെടുകയാണ്. ആ ബന്ധം മറച്ചു വെക്കാൻ നുണ പറയുകയാണ്. നുണ പറഞ്ഞ് ഈ MDMA സംഘത്തെ, ലഹരി മാഫിയ സംഘത്തെ എല്ലാ പിന്തുണയും കൊടുത്ത് അവരെ രക്ഷപ്പെടുത്താനുള്ള മാർഗം അന്വേഷിക്കുകയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. ഇത് ഈ നാടിന് അപമാനമാണ്. തീർച്ചയായിട്ടും മാന്യതയുണ്ടെങ്കിൽ,
അദ്ദേഹം രാജിവെക്കണം. അതായത് മുഖ്യമന്ത്രി പറഞ്ഞത് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് മർദ്ദനമേറ്റതിന് ശേഷമാണ് ഇയാളെ പരിചയപ്പെട്ടത്, ഹുസൈനെ പരിചയപ്പെട്ടത് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഇങ്ങനൊരു കള്ളം പറയാൻ ഈ കള്ളനായ മുഖ്യമന്ത്രിക്കല്ലാതെ സാധിക്കില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി കള്ളനാണ് എന്ന് പറയാൻ ഞങ്ങൾക്കൊക്കെ വലിയ പ്രയാസമുണ്ട്. ആ കള്ളത്തരം കൊണ്ട് ഈ ലഹരി മാഫിയ സംഘത്തെ സംരക്ഷിക്കുന്ന നിലപാട് എന്തിനാണ് ഈ VD സതീശൻ സ്വീകരിക്കുന്നത്? തീർച്ചയായിട്ടും നമ്മുടെ നാടിന്, മലയാളികൾക്ക്, കേരള ജനതക്കാകെ അപമാനമാണ് മുഖ്യമന്ത്രി. മാധു, അത് തന്നെയാണ് പ്രധാനമായും ആവശ്യപ്പെടുന്നത്. ഇത്തരത്തിൽ സമഗ്ര അന്വേഷണം വേണം എന്ന് തന്നെയാണ്. ഇതിനു മുൻപും ലഹരി കടത്തിയിട്ടുണ്ടോ, ലഹരി വിൽപ്പനയ്ക്ക് വേണ്ടി ഇവർ സഞ്ചരിച്ചിട്ടുണ്ടോ, സംസ്ഥാനത്തുടനീളം ലഹരി ഇത്തരത്തിൽ എത്തിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കണം. അതിന് മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ ടീം എന്ന ഒരു സ്ഥാനം അതിനുവേണ്ടി ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കണം. അത്തരത്തിൽ മുഖ്യമന്ത്രി പറയുന്നതൊക്കെ തന്നെ കള്ളമാണ് എന്നതാണ് പ്രധാനപ്പെട്ട ആക്ഷേപം. അതിൽ പ്രധാനമായും പറയുന്നത് ഇത്തരത്തിൽ എന്തുകൊണ്ടാണ് കഴിഞ്ഞ കുറേ കാലമായി തന്നെ മുഖ്യമന്ത്രി, അതായത് പ്രതിപക്ഷ നേതാവായിരിക്കെ തന്നെ 5 വർഷക്കാലം സോഷ്യൽ മീഡിയ മാനേജറായിരുന്നു. ടീം VD സതീശൻ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ എന്നതായിരുന്നു ഇവർ പ്രധാനമായും ഉന്നയിച്ചിരുന്നത്. അത്തരത്തിൽ തന്നെയാണ് ഈ ഹുസൈൻ അടക്കം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയും ചെയ്തത്. മാത്രവുമല്ല, ഒരു സാധാരണ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ എത്ര തവണ മുഖ്യമന്ത്രിയുമായി അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവുമായി കൂടിക്കാഴ്ച നടത്താൻ കഴിയും? അത്തരത്തിൽ ഈ ഹുസൈൻ്റെ വീട്ടിലേക്ക് പ്രതിപക്ഷ നേതാവ് സഞ്ചരിക്കുന്നു, അങ്ങോട്ടേക്ക് സന്ദർശിക്കുന്നു. അതോടൊപ്പം തന്നെ പലയിടങ്ങളിൽ വെച്ച് പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശനെ ഹുസൈൻ കാണാൻ പോകുന്നു. പല സ്ഥലങ്ങളിലും പല ജില്ലകളിലേക്ക് പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് VD സതീശൻ യാത്ര ചെയ്യുമ്പോൾ അവിടെയൊക്കെ തന്നെ ഈ ഹുസൈൻ എത്തുന്നു. മാത്രമല്ല, കന്റോൺമെന്റ് ഹൗസിലടക്കം നേരിട്ട് കയറി ചെല്ലാൻ കഴിയുന്ന തരത്തിലുള്ള ബന്ധം എന്താണ്? മാത്രമല്ല, ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരം ഒരു പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇയാൾ MDMA കടത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കണം എന്നതാണ് DYFIയുടെയും CPMന്റെയും പ്രധാനപ്പെട്ട ആവശ്യം. എന്തായാലും ഇത്തരത്തിൽ പ്രതിഷേധം വ്യാപകമാക്കാൻ തന്നെയാണ് DYFIയുടെയും അതോടൊപ്പം തന്നെ CPMന്റെയും തീരുമാനം. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ പറവൂരിലെ ഓഫീസിലേക്ക്, മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് തന്നെ ഇപ്പോൾ മാർച്ച് സംഘടിപ്പിക്കുന്നത്.